ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളം മഹിളാ സമഗ്ര സൊസൈറ്റിക്ക് കീഴിലും ക്ഷീരവികസന വകുപ്പിന് കീഴിലും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകളുണ്ട്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ കീഴിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ സഹായത്തോടെ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിലേക്ക് ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ സൈക്കോളജിസ്റ്റ് തസ്തികകളിലെ താൽക്കാലിക നിയമനത്തിന് നവംബർ 27 രാവിലെ 11 മണിക്ക് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. വർക്കർ കം കേസ് വർക്കർ തസ്തികയ്ക്കുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് MSW അല്ലെങ്കിൽ PG സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യോളജിയുമാണ്. സൈക്കോളജിസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് MSc അല്ലെങ്കിൽ MA സൈക്കോളജിയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. പ്രായപരിധി വരുന്നത് 30 മുതൽ 45 വയസ്സ് വരെയാണ്. താല്പര്യമുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ബസ് ഡ്രൈവർ കം ക്ലീനർ തസ്തികയിലേക്ക് താൽക്കാലികമായി 179 ദിവസത്തേക്ക് 730 രൂപ നിരക്കിൽ ജോലി നോക്കുന്നതിന് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ലൈസൻസ് വിത്ത് ബാഡ്ജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 10 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. മോട്ടോർ വാഹന നിയമം അനുശാസിക്കുന്ന പ്രകാരമുള്ള കാഴ്ച, കേൾവി എന്നിവ ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട് മുൻപ് ശിക്ഷാ നടപടികൾക്ക് വിധേയരായവർ ആകരുത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോമിൻ്റെ മാതൃക www.cet.ac.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് നിങ്ങളുടെ യോഗ്യതകൾ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുടെയും അവയുടെ പകർപ്പുകളും സഹിതം 20/11/2024 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. അടുത്തത് ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിൽ തിരുവനന്തപുരം പട്ടത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഡയറി ലബോറട്ടറിയിൽ കെമിസ്ട്രി, മൈക്രോബയോളജി വിഭാഗങ്ങളിൽ കരാർ അടിസ്ഥാനത്തിൽ അനലിസ്റ്റുമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കെമിസ്ട്രി വിഭാഗം 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MTech ഇൻ ഡയറി കെമിസ്ട്രി അല്ലെങ്കിൽ BTech ഡയറി ടെക്നോളജിയും കൂടാതെ ടെസ്റ്റിംഗ് ഓഫ് മിൽക്ക് പ്രോഡക്ട്സ്, വാട്ടർ എന്നിവയിലുള്ള 1 ഇയർ NABL ലാബ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്തത് മൈക്രോബയോളജി വിഭാഗത്തിലേക്ക് 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MTech ഡയറി മൈക്രോബയോളജി അല്ലെങ്കിൽ MSc ജനറൽ മൈക്രോബയോളജിയും കൂടാതെ ടെസ്റ്റിംഗ് ഓഫ് മിൽക്ക് പ്രോഡക്ട്സ്, ഫുഡ് പ്രോഡക്ട്സ്, വാട്ടർ എന്നിവയിലുള്ള 1 വർഷത്തെ NABL ലാബ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 18നും 40നും മധ്യയാണ്. പ്രതിമാസ വേതനം 30,000 രൂപ ലഭിക്കുന്നതാണ്. അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. അപേക്ഷകൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം 27/11/2024 വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഓഫീസിൽ ലഭിക്കേണ്ടതാണ്. അപേക്ഷകൾ അയക്കേണ്ട വിലാസം: ജോയിന്റ് ഡയറക്ടർ, ക്വാളിറ്റി മാനേജർ, സ്റ്റേറ്റ് ഡയറി ലബോറട്ടറി, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറേറ്റ്, പട്ടം, തിരുവനന്തപുരം 695004. കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, തൃക്കാക്കര, മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റികളിലേക്കും ശ്രീമൂലനഗരം, കരുമാലൂർ, എടക്കാട്ടുവയൽ, ചൂർണിക്കര, പുത്തൻകുരിശ്, ചോറ്റാനിക്കര പഞ്ചായത്തുകളിലേക്കും SC പ്രൊമോട്ടർമാരുടെ ഒഴിവുകളിലേക്ക് നവംബർ 19 രാവിലെ 10 മണി മുതൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ഥിര താമസക്കാരായ +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ള 18നും 40നും മധ്യേ പ്രായമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. 10,000 രൂപയാണ് ഓണറേറിയം ലഭിക്കുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ജാതി, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്
സർട്ടിഫിക്കറ്റ് സഹിതം കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. വിശദ വിവരങ്ങൾക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലോ അതായത് ബ്ലോക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസിലോ ബന്ധപ്പെടേണ്ടതാണ്. അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.